അലക്സാണ്ടർ കൊയ്ഫ്, കേരള ബ്ലാസ്റ്റേഴ്സ് പുതുതായി ടീമിലെത്തിച്ച ഫ്രഞ്ച് ഡിഫൻഡർ. കഴിഞ്ഞ 3 സീസണുകളിലായി ബ്ലാസ്റ്റേഴ്സിലെ പ്രധാന ഡിഫൻഡറായിരുന്ന ക്രൊയേഷ്യൻ താരം മാർക്കോ ലെസ്കോവിച്ചിന്റെ പകരക്കാരൻ. ശരിക്കും ലെസ്കോവിച്ചിന് പകരക്കാരനാകുമോ ഇദ്ദേഹം? ഒപ്പം അദ്ദേഹത്തിന്റെ കളിശൈലി, ശക്തി, ദൗർബല്യങ്ങൾ, എന്തൊക്കെ പ്രതീക്ഷിക്കാം തുടങ്ങിയ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത്. അതിലേക്ക് കടക്കുന്നതിന് മുന്നോടിയായി വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഒപ്പം ഇതുപോലുള്ള വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ ഡിഫൻസീവ് സൈനിങ് ആയ അലക്സാണ്ടർ കൊയ്ഫിന്റെ എക്സ്പീരിയൻസ് തന്നെയാണ് ആദ്യം എടുത്തു പറയേണ്ടത്. യൂറോപ്യൻ ടോപ്പ് 5 ലീഗുകളിൽ രണ്ടെണ്ണമായ ലാലിഗയിലും ലീഗ് 1ലും കളിച്ച എക്സ്പീരിയൻസ് ഉണ്ട് ഇദ്ദേഹത്തിന്. യൂറോപ്പിന് പുറത്ത് അലക്സാണ്ടർ കൊയ്ഫിന്റെ ആദ്യത്തെ ക്ലബ്ബാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. RC ലെൻസ്, മയോർക്ക, ഗ്രേനഡ, ഓക്സിയർ തുടങ്ങിയ ക്ലബ്ബുകൾക്കായി കളിച്ച ടോപ്പ് പ്രൊഫൈൽ തന്നെയാണ് അലക്സാണ്ടർ കൊയ്ഫിനുള്ളത്. പ്രാഥമികമായി സെന്റർ ബാക്ക് ആണെങ്കിലും ഒന്നിലധികം പൊസിഷനുകളിൽ കളിക്കാൻ കഴിയുമെന്നതാണ് ഇദ്ദേഹത്തിനെ പറ്റി എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം. സെന്റർ ബാക്കിനുപരി റൈറ്റ് ബാക്ക്, ലെഫ്റ്റ് ബാക്ക് പൊസിഷനുകളിലും ഡിഫൻഡിംഗ് മിഡ്ഫീൽഡറായി പോലും ഇദ്ദേഹം കളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൊയ്ഫിന്റെ വെർസറ്റാലിറ്റി ബ്ലാസ്റ്റേഴ്സിന് ഒരു അസറ്റ് തന്നെയാകും. വലിയ ഇഞ്ചുറി റെക്കോർഡുകളും സസ്പെൻഷൻ റെക്കോർഡുകളും ഇദ്ദേഹത്തിനില്ല എന്നത് എടുത്തു പറയുന്നു. യൂറോപ്പിന് പുറത്ത് മാർക്കോ ലെസ്കോവിച്ചും കളിച്ച ആദ്യ ക്ലബ്ബ് ബ്ലാസ്റ്റേഴ്സ് ആയിരുന്നുവെങ്കിലും ബ്ലാസ്റ്റേഴ്സിൽ കളിക്കുന്നതിന് മുമ്പും വലിയ ഇഞ്ചുറി റെക്കോർഡുകൾ ലെസ്കോവിച്ചിനുണ്ടായിരുന്നു. ഒരു സീസണിന് മുമ്പ് കൂടി, അതായത് 2022-23 സീസണിൽ ഫ്രഞ്ച് ടോപ്പ് ഡിവിഷനിൽ കളിച്ച താരമാണ് അലക്സാണ്ടർ കൊയ്ഫ്. എന്നിരുന്നാലും ആ സീസണിൽ ഫ്രഞ്ച് ഡിവിഷനിലെ 7 മത്സരങ്ങൾ മാത്രം കളിച്ച് അവസരങ്ങൾ കുറഞ്ഞതിനാൽ സീസണിന്റെ പകുതി വെച്ച് ക്ലബ്ബുമായി വേർപിരിയുകയായിരുന്നു താരം. എന്നാൽ ഓക്സിയർ എന്ന ആ ക്ലബിനെ ഫ്രഞ്ച് ഫസ്റ്റ് ഡിവിഷനിലേക്ക് പ്രൊമോഷൻ നേടിക്കൊടുക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച താരങ്ങളിലൊരാളാണ് അലക്സാണ്ടർ കൊയ്ഫ്. അവസാനമായി അലക്സാണ്ടർ കൊയ്ഫിന്റെ ഏറ്റവും മികച്ച പ്രകടനവും ഓക്സിയർ എന്ന ക്ലബിന് പ്രൊമോഷൻ നേടിക്കൊടുത്ത സീസണിലാണ്. ആ സീസണിൽ കൂടുതൽ ലെഫ്റ്റ് സെന്റർ ബാക്കായാണ് അദ്ദേഹം കളിച്ചത്. എന്നാൽ ചില മത്സരങ്ങളിൽ റൈറ്റ് ബാക്കായും ഇദ്ദേഹത്തിനെ ഉപയോഗിച്ചിട്ടുണ്ട്. 2 കാലുകളും അത്യാവശ്യം മികച്ച രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുമെങ്കിലും അദ്ദേഹത്തിന്റെ സ്ട്രോങ് ഫൂട്ടായ റൈറ്റ് ഫൂട്ട് തന്നെയാണ് അദ്ദേഹം കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. വിത്ത് ദ ബോൾ പ്രോഗ്രസീവ് പാസിംഗ് നൽകുന്നുണ്ട് ഇദ്ദേഹം. എന്നാൽ ഇത് കൂടുതലും കാണുന്നത് റൈറ്റ് ബാക്കായി കളിച്ചിരിക്കുമ്പോഴാണ്. സെന്റർ ബാക്കായി കളിച്ചിരിക്കുമ്പോൾ പ്രോഗ്രസീവ് പാസിംഗിൽ അദ്ദേഹം ആവറേജ് മാത്രമാണ് എന്നാണ് ഗ്രാഫിൽ കാണാൻ കഴിയുന്നത്. എന്നാൽ കണക്കുകൾ പറയുന്നതിനേക്കാൾ വിത്ത് ദ ബോൾ കംഫർട്ടബിൾ ആയിട്ടുള്ള താരം തന്നെയാണ് അലക്സാണ്ടർ കൊയ്ഫ് എന്നതാണ് അദ്ദേഹത്തിന്റെ കളികൾ കണ്ടതിന് ശേഷം മനസ്സിലാകുന്നത്. ഇദ്ദേഹത്തിന്റെ കളിയിൽ ഏറ്റവും എടുത്തു പറയുന്ന മറ്റൊരു കാര്യം ഇദ്ദേഹത്തിന്റെ സ്കാനിംഗ് ആണ്. ഇത് ഓഫ് ദ ബോൾ സിറ്റുവേഷനുകളിലും ഓൺ ദ ബോൾ സിറ്റുവേഷനുകളിലും ഒരേപോലെ സഹായിക്കുന്നു എന്ന് മാത്രമല്ല, ഇദ്ദേഹത്തിന്റെ മികച്ച ഡിഫൻസീവ് അവയർനെസ്സിനും ഇതൊരു കാരണമാണ്. ഡിഫൻഡിംഗ് മിഡ്ഫീൽഡറായി ഇദ്ദേഹത്തെ ഉപയോഗിച്ചിരിക്കുമ്പോൾ പ്രധാനമായും ഡിഫൻസിനെ സഹായിക്കുക, അതായത് ഒരു അഡീഷണൽ സെന്റർ ബാക്ക് എന്ന രീതിയിലാണ് ഇദ്ദേഹത്തെ കാണുന്നത്. റൈറ്റ് ബാക്കായി കളിച്ചിരിക്കുമ്പോഴും കൂടുതൽ ഡിഫൻസിനെ സഹായിക്കുക എന്ന റോളിലാണ് കണ്ടിരിക്കുന്നത്. എന്നിരുന്നാലും ബോളുമായി മുന്നോട്ട് കയറി വരുന്നതും ക്രോസുകൾ നൽകുന്നതും കണ്ടിരുന്നു. സെന്റർ ബാക്കായും റൈറ്റ് ബാക്കായും ഡിഫൻഡിംഗ് മിഡ്ഫീൽഡറായും എല്ലാം അദ്ദേഹത്തിന്റെ പ്രധാന ഡ്യൂട്ടി അത് ഡിഫൻഡിംഗ് തന്നെയാണ്. ഫിസിക്കലി സ്ട്രോങ്ങസ്റ്റ് ആണ് എന്ന് പറയാൻ കഴിയില്ല. വലിയ സ്പീഡും ഇദ്ദേഹത്തിനില്ല. ഇതിന്റെ പ്രശ്നങ്ങൾ പലതവണ ഇദ്ദേഹത്തിന്റെ കളിയിലും കണ്ടിരുന്നു. പ്രത്യേകിച്ച് 1v1 സിറ്റുവേഷനുകളിൽ പേസ് ഇദ്ദേഹത്തിന് ചിലയിടങ്ങളിൽ തലവേദന സൃഷ്ടിക്കുന്നുണ്ട്. ഇദ്ദേഹത്തിന്റെ വീക്ക്നെസ് ആയി തോന്നിയത് ഇതാണ്. എന്നാൽ നേരത്തെ പറഞ്ഞ അദ്ദേഹത്തിന്റെ ഡിഫൻസീവ് അവയർനെസ്സും ട്രാക്കിങ്ങും കൊണ്ട് ഒരു പരിധിവരെ അദ്ദേഹം ഇത് മറികടക്കുന്നുമുണ്ട് എന്നത് എടുത്തു പറയുന്നു. മികച്ച ലീഡർഷിപ്പ് ക്വാളിറ്റിയുള്ള അലക്സാണ്ടർ കൊയ്ഫ് പ്രധാനമായി അദ്ദേഹത്തിന്റെ അവയർനെസ് കൊണ്ട് തന്നെ മികച്ച രീതിയിൽ ഡിഫൻസീവ് ലൈൻ ഓർഗനൈസ് ചെയ്യാൻ എബിലിറ്റിയുള്ള താരമാണ് അലക്സാണ്ടർ കൊയ്ഫ് എന്നതും എടുത്തു പറയുന്നു. 185 സെന്റിമീറ്റർ, അതായത് അത്യാവശ്യം നല്ല ഉയരമുള്ള താരമായതിനാൽ മികച്ച ഏരിയൽ എബിലിറ്റി താരത്തിനുണ്ട്. ഇതുകൊണ്ട് തന്നെ സെറ്റ് പീസ് സിറ്റുവേഷനുകളിൽ മികച്ചൊരു വെപ്പനായി ഒരുപക്ഷെ ഇദ്ദേഹത്തെ മാറ്റാൻ കഴിയും. ലെസ്കോവിച്ചിലൊക്കെ കണ്ടിരുന്ന നീറ്റ് ആൻഡ് ടൈമിംഗ് ടാക്കിൾസും ഇദ്ദേഹത്തിൽ നിന്ന് കണ്ടിരുന്നു. ചുരുക്കി പറഞ്ഞാൽ ഒരു ഡീസന്റ് അഡിഷൻ തന്നെയാണ് അലക്സാണ്ടർ കൊയ്ഫ്. ബ്ലാസ്റ്റേഴ്സിന്റെ യുവ ഡിഫൻസ് നിരയ്ക്ക് ഇദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് ഒരു മുതൽക്കൂട്ടാകുമെന്നുറപ്പ്. യൂട്ടിലിറ്റി പ്ലേയേഴ്സിനെ മികച്ച രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്ന മിക്കാൽ സ്റ്റാഹറയുടെ ബ്ലാസ്റ്റേഴ്സ് സിസ്റ്റത്തിൽ ഇദ്ദേഹത്തിന്റെ വെർസറ്റാലിറ്റിയും ഒരു മുതൽക്കൂട്ട് തന്നെയാകും. നേരത്തെ പറഞ്ഞ ഫിസിക്കൽ സ്ട്രെങ്തിന്റെയും ഒപ്പം പേസിന്റെയൊക്കെ പ്രശ്നങ്ങൾ ആദ്യ സീസണിന് ശേഷം നിറമങ്ങാൻ തുടങ്ങിയ മാർക്കോ ലെസ്കോവിച്ചിലും നമ്മൾ കണ്ടിരുന്നു എന്നതുകൂടി പറയുന്നു. എന്നാൽ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഫ്രഞ്ച് ഫസ്റ്റ് ഡിവിഷനിലെയും ഒപ്പം സെക്കൻഡ് ഡിവിഷനിലെയും ഇദ്ദേഹത്തിന്റെ പ്രകടനത്തെ അടിസ്ഥാനമാക്കിയാണ്. ഫ്രഞ്ച് സെക്കൻഡ് ഡിവിഷൻ പോലും ക്വാളിറ്റിയിൽ ISLുമായി വലിയ വ്യത്യാസമുണ്ട്. ഈ ലെവൽ ഡിഫറൻസ് ഇന്ത്യയിലെ അദ്ദേഹത്തിന്റെ പ്രകടനം കൂടുതൽ എളുപ്പമാക്കുമെന്നും ഒപ്പം ISLലെ തന്നെ ഏറ്റവും മികച്ച ഡിഫൻഡേഴ്സിലൊരാളായി അദ്ദേഹം മാറുമെന്നും പ്രതീക്ഷിക്കുന്നു. ഇതിനു പുറമെ മൊണ്ടിനെഗ്രൽ ഡിഫൻഡർ മിലോസ് ഡിങ്സിച്ചുമായുള്ള കരാർ 2 വർഷത്തേക്ക് കൂടി ബ്ലാസ്റ്റേഴ്സ് നീട്ടുമ്പോൾ ആരാകും മിക്കാൽ സ്റ്റാഹറയുടെ ഫസ്റ്റ് ചോയ്സ് സെന്റർ ബാക്ക് എന്നതും കാത്തിരുന്ന് കാണാം. അലക്സാണ്ടർ കൊയ്ഫിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.